ഹായ് എവ്രി വൺ. നാളത്തെ ദിവസം നന്നാവും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ, അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങൾ വളരെ ഹാപ്പി ആൻഡ് പീസ്ഫുൾ ഡേയ്സ് ആയിരിക്കും നമുക്ക് വരിക എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. പക്ഷേ നമ്മൾ ഓരോ ദിവസം അങ്ങോട്ട് പോകും തോറും കഴിഞ്ഞ ദിവസത്തേക്കാളും ചിലപ്പോൾ വേഴ്സ്റ്റ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക ചില ആൾക്കാർക്കെങ്കിലും. ഇതിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡേ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിധി വരെ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി സാധിക്കും. എപ്പോഴും നമ്മൾ എണീക്കുന്ന സമയം നമ്മളൊരു 6 o'clock അല്ലെങ്കിൽ രാവിലെ 6 മണിക്ക് അപ്പുറത്തേക്ക് നമ്മൾ എഴുന്നേൽക്കുന്ന സമയം പോവാൻ വേണ്ടി പാടില്ല. ഇപ്പൊ നമ്മളൊരു 7 മണി 8 മണി 9 മണിക്കൊക്കെ എണീച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡേയിന്റെ ഒരു മോർണിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ആക്റ്റീവായിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ടൈമാണ്. അപ്പം ആ ഒരു ടൈം നമ്മളൊരു 9 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം റൂട്ടീൻ അങ്ങോട്ടേക്ക് പോകും. 9 മണി പിന്നെ 12 മണിയാവും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് എല്ലാ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ്. അപ്പം എപ്പോഴും ഒരു 6 മണിക്കുള്ളിൽ നമ്മൾ എണീക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. മോർണിംഗ് അവേഴ്സിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കുറച്ചും കൂടെ സ്പീഡായിട്ട് ഡേ അങ്ങോട്ടേക്ക് പ്രോഗ്രസ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ ടയർഡായി വരാൻ തുടങ്ങും. അപ്പോൾ മോർണിംഗ് അവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്പീഡിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ചില ആൾക്കാരുണ്ട്, ഇപ്പൊ രാവിലെ എണീറ്റ് എന്താ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാനില്ലല്ലോ, അല്ലെ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ, എന്നാൽ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ട് എണീക്കാം, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് വെച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, നമുക്കൊരു റൂട്ടീൻ വേണം, ജീവിതത്തിൽ സെറ്റിങ്സ് വേണം. അപ്പം നമ്മൾ എപ്പോഴും കാര്യം ചെയ്യാനുണ്ടോ കാര്യം ചെയ്യാനില്ലേ എന്നുള്ള ഒരു തോട്ട് അവിടെ മാറ്റി വെച്ചിട്ട് നമ്മളൊരു പാറ്റേൺ ഫോളോ ചെയ്യുക. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളൊരു കറക്റ്റ് ടൈം ഫോളോ ചെയ്ത് എണീക്കുക. രാവിലെ എണീച്ച് നന്നായിട്ട് ഫ്രഷ് ആയിട്ട് മുഖമൊക്കെ കഴുകി നല്ല നീറ്റ് ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കുടിക്കണം. 2.5 ഗ്ലാസ് വാട്ടർ എംപ്റ്റി സ്റ്റമക്ക്, കുറച്ച് ചൂടുവെള്ളമായിട്ട് നമ്മൾ കുടിക്കുക. ഇത് നമ്മുടെ മെറ്റബോളിസം പ്രോപ്പർ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, നമുക്കൊരു ഉന്മേഷം കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, മലശോധന കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടി നമ്മുടെ അതൊരു ഹാബിറ്റാക്കി മാറ്റും. നമുക്ക് കുറച്ചും കൂടെ ഗ്ലോ ഒക്കെ കിട്ടാനുള്ള ഒരു ടിപ്പാണ് രാവിലെ എണീറ്റിട്ട് വെറും വയറ്റിൽ നമ്മൾ വെള്ളം കുടിക്കുന്നത്. പൈൽസ്, ഫിഷർ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് വളരെ നല്ലൊരു ഹാബിറ്റാക്കി മാറ്റാൻ പറ്റുന്നതാണ്. രാവിലെ എണീച്ചിട്ട് കുറച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുകളിൽ നിന്നും കുറച്ചൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 10 മിനിറ്റ്സ് ഒരു 15 മിനിറ്റ്സ് എങ്കിലും മോർണിംഗ് അവേഴ്സ് മെഡിറ്റേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അനാവശ്യമായിട്ടുള്ള ദേഷ്യം അല്ലെങ്കിൽ ഫീലിങ്സ് അല്ലെങ്കിൽ ഭയങ്കര വിഷമം, ഒരു എംപ്റ്റിനെസ്, ഇതിനെല്ലാം നിങ്ങൾക്ക് ഒത്തിരി റിലീഫ് കിട്ടും മെഡിറ്റേഷൻ ചെയ്യുന്നതോടുകൂടി. ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്വസനത്തിൽ ഒരു കൺട്രോൾ കിട്ടാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ശ്വാസകോശ സംബന്ധമായ അല്ലെങ്കിൽ മൂക്കടപ്പ് അങ്ങനത്തെ ഡിഫിക്കൽട്ടീസിനെല്ലാം ഒരു ക്യൂർ അല്ലെങ്കിൽ ഒരു ഭയങ്കര റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബ്രീത്തിങ് എക്സസൈസ് പ്ലസ് മെഡിറ്റേഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട് ഡെയിലി നിങ്ങളൊരു 15 മിനിറ്റ്സ് എങ്കിലും മോർണിംഗ് അവേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ആ ഉറങ്ങിയ ഒരു ക്ഷീണം അല്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങിയതിന്റെ ഒരു റിലാക്സ് ചെയ്തതിന്റെ ഒരു എനർജി നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എക്സസൈസ് വളരെ ഹെൽപ്ഫുൾ ആണ്. ഡെയിലി എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഒരു കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് നമ്മൾ പറയുന്നത്, അല്ലെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോങ് അവേഴ്സ് അല്ലെ സ്ലീപ്പിംഗ് അവേഴ്സ് മൊത്തം നമ്മൾ എംപ്റ്റി സ്റ്റമക്ക് ആയിട്ട് ഇരിക്കുകയായിരിക്കും. ആൻഡ് നമ്മളത് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാണ് ബ്രേക്ക്ഫാസ്റ്റിലൂടെ. ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്, പ്രോപ്പർ ന്യൂട്രീഷ്യസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇതൊക്കെ നിങ്ങൾ ഒരു പാറ്റേൺ ആക്കി എടുത്ത് അങ്ങനെ നിങ്ങൾ ഒരു ഡെയിലി ഈ മോർണിംഗ് അവേഴ്സിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്ത് വരും. അല്ലാതെ നിങ്ങൾ കുറേ ടൈം അല്ലെങ്കിൽ ഒത്തിരി ലേറ്റായി വന്നാൽ നിങ്ങൾക്ക് ഒന്നിനും ടൈം ഇല്ല, ആ ഒരു ഹറിബറി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഡെയിലി അതിന് ഹറിബറിക്ക് മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് കുറച്ച് എൻഗേജ്ഡ് ആയിട്ട് കുറച്ച് പീസ്ഫുൾ മൈൻഡോട് കൂടി എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മോർണിംഗ് അവേഴ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് മോർണിംഗ് അവേഴ്സിൽ ഒരു മേജർ പോർഷൻ നമ്മുടെ ബൾക്കി പോർഷൻസ്, നമ്മുടെ ബൾക്കി ഹാബിറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ ഒത്തിരി ടൈം കിട്ടും. നേരെ മറിച്ച് നിങ്ങൾ ലേറ്റ് ആയിട്ട് എണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊത്തം ഡേ നിങ്ങൾക്ക് മൊത്തം ഭയങ്കര ഹറിബറിയിൽ ഡീൽ ചെയ്യേണ്ടി വരും. സോ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. താങ്ക് യു.